ഉദ്ധിതാ ദൈവമേ രക്ഷക സമാധാനമേ. കഴിഞ്ഞ 5 വർഷത്തോളമായി ഗ്രേസം തോട്ട്സിലൂടെ അനേകം ആൾക്കാർ എനിക്ക് തന്ന എല്ലാവിധ നന്മയ്ക്കും അനുഗ്രഹത്തിനും സപ്പോർട്ടിനും ഒത്തിരി സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും 1000 നന്മകൾ നേർന്നു. അതോടൊപ്പം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഏതാനും ചില പാസ്വേഡിൻ്റെ പ്രശ്നത്താൽ ഗ്രേസം തോട്ട്സിലേക്ക് വീഡിയോ ഇടാൻ പറ്റാതെ പോയി. അത് വീണ്ടും ഓപ്പൺ ആകുവാൻ നിങ്ങളുടെ സഹായവും പ്രാർത്ഥനയും എനിക്ക് ആവശ്യമാണ്. എങ്കിലും ഡെയിലി വിത്ത് ഗ്രേസൻ എന്ന പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. കാരണം അതിലേക്ക് കാത്തിരിക്കാതെ പുതിയ തലത്തിലൂടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോവുകയാണ്. അതായത് പലപ്പോഴും ഒറ്റ നോട്ടത്തിൽ നാം പലരെയും വ്യത്യസ്ത രീതിയിലാണ് മനസ്സിലാക്കാറുള്ളത്. ചിലരെ നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അവൾ മോശമാണ്, അവൻ മോശമാണ്, അവൾ നല്ലതാണ്, അവൻ നല്ലതാണ്. അങ്ങനെ വ്യത്യസ്ത തരത്തിൽ നമ്മൾ പലരെ തെറ്റിദ്ധരിക്കാറുണ്ട്. ഈ അവസരത്തിൽ എല്ലാ ബന്ധങ്ങളും എനർജി ടു എനർജി റിലേഷനുമായി ബന്ധപ്പെട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതായത് ഒന്ന് പ്യൂരിറ്റി നിറഞ്ഞ എനർജി റിലേഷൻ, മറ്റൊന്ന് സാധാരണ രീതിയിലുള്ള എനർജി റിലേഷൻ. ഈ അവസരത്തിൽ ഒരു വ്യക്തിയെ നമ്മൾ നോക്കുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് നാം പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒന്നുകിൽ ആ വ്യക്തി മറ്റൊരു വ്യക്തിക്ക് വേണ്ടി നല്ല സ്വഭാവം ചെയ്ത് പോകുന്ന രീതിയിലുള്ള മുഖം നിറഞ്ഞൊരു വ്യക്തിയായിരിക്കും. കാരണം ആ വ്യക്തി മറ്റൊരു വ്യക്തിക്ക് വേണ്ടി മറ്റൊരു വ്യക്തിയുടെ നല്ല വ്യക്തിയിലുള്ള ആ നല്ല കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ അവൻ്റെ പുറംഭാഗം അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഉൾഭാഗം അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് എല്ലാ വ്യക്തികളും നല്ലതാണെന്ന് ഒറ്റ നോട്ടത്തിൽ നാം പറയാൻ പാടില്ല. മറ്റൊരു വ്യക്തിയെപ്പറ്റി പറയുമ്പോൾ ഒറ്റ നോട്ടത്തിൽ മോശ വ്യക്തിയാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. അതും നമ്മുടെ തെറ്റായ ചിന്താഗതിയാണ്. ഒരു പക്ഷേ ആ വ്യക്തി നല്ല വ്യക്തി ആണെങ്കിൽ തന്നെയും മറ്റൊരു വ്യക്തിക്ക് വേണ്ടി അവരുടെ കുരിശുകളും വേദനകളും പാപങ്ങളും കഷ്ടപ്പാടുകളും ഏറ്റെടുത്ത് അവരെ നന്മയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവനെ രക്ഷയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി അവൻ മറ്റൊരു മുമ്പിൽ ഒരു ബലഹീന പാത്രമായി തീരുന്നവനാകാം, ഒരു പാപിയായി തീരുന്നവനാകാം. ആയതിനാൽ ഒരു വ്യക്തിയെയും നമ്മൾ തെറ്റിദ്ധരിക്കാനോ വിധിക്കുവാനോ പാടില്ല എന്നൊരു സന്ദേശമാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത്. മറ്റുള്ളവരെ നിങ്ങൾ വിധിക്കരുത്, നിങ്ങൾ വിധിക്കപ്പെടുകയില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമായി ആദ്യത്തെ വീഡിയോയായി ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. ആയതിനാൽ ഈ എനർജി ടു എനർജി റിലേഷനിൽ എല്ലാവരുടെയും മുഖം ഒറ്റയടിക്ക് നാം വിശ്വസിക്കാൻ പാടില്ല. ഒരു 70% പേരെങ്കിലും ഇത്തരത്തിൽ ബന്ധത്തിൽ പോകുന്നവരാണ്. ആയതിനാൽ നാം അവരെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് ചോദിച്ചാൽ അവരുടെ ഫലത്തിൽ നിന്നും പരസ്പരം ബന്ധത്തിലൂടെ നാം കുറച്ചായി തിരിച്ചറിഞ്ഞ് അവരെ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു വ്യക്തിയുടെയും നോക്കിയിട്ട് അവൻ നല്ലവനാണ്, അവൾ നല്ലവനാണ്, അവൻ നല്ലവനാണ്, അവൻ മോശക്കാരനാണ് എന്ന് വിധിക്കാൻ പാടില്ല. കാരണം ഉള്ളിൻ്റെ ഉള്ളറിയുന്ന ദൈവത്തിന് മാത്രമേ എല്ലാവരുടെയും മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. ഈ അവസരത്തിൽ ഈ സച്ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് നൽകിക്കൊണ്ട് എല്ലാവർക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ടും എൻ്റെ പുതിയ യൂട്യൂബിന് എല്ലാവിധ സപ്പോർട്ടും തരണം. ഇഷ്ടമുള്ളവർ സാധിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. പൈസയ്ക്ക് വേണ്ടിയല്ല, കാരണം അത് നിങ്ങൾക്ക് സന്ദേശം എത്തിച്ചു തരുന്നതിന് വേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. എല്ലാവിധ നിർദ്ദേശങ്ങൾ നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചുവാക്കുകൾ നിർത്തുന്നു. 1000 നന്ദി.